അടുത്തതായി സഖാവ് സുബിദാസ് നാരായണനെ ഓർമ്മിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദീർഘമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. നാരായണമാമൻ ഒരിക്കലും മരണമില്ലാത്ത ഒരാളായി നമ്മുടെ ഇടയിൽ നിൽക്കുകയാണ്. എന്തായിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാരായണമാമൻ. നല്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴാണ് സഖാവിനെ കൂടുതൽ അറിയുന്നത്. വളരെ ആശങ്കയോടെയാണ് നാരായണമാമൻ്റെ അടുത്തേക്ക് എത്തുക. കാരണം അതുവഴി പോകുന്നുണ്ടെങ്കിൽ പിടിച്ചിരുത്തും. നിനക്ക് കമ്മ്യൂണിസം എന്താണെന്നറിയോ, അർത്ഥശാസ്ത്രം എന്താണെന്നറിയോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ ഒരു പാർട്ടി ക്ലാസ് കഴിഞ്ഞ് പുതിയ അറിവിലേക്ക് നമ്മൾ പോകുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം വളരെ പേടിച്ചാണ് നാരായണനോടുണ്ടെങ്കിൽ പുറത്തെവിടുന്ന് മാറിപ്പോകും, എന്നാലും പിടിച്ചിരുത്തി കൊണ്ടുവരും. ഇന്ന് നടക്കുന്ന രാഷ്ട്രീയം അതെന്താണെന്നറിയോ, അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എടുക്കേണ്ട നിലപാടെന്താണെന്നറിയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വളരെ രസകരമായ രീതിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് നാരായണമാമൻ്റെ പേര് പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് പലർക്കും പല അനുഭവങ്ങളായിരിക്കും. തീർച്ചയായും അടിമുടിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുക, ജീവിതത്തിലായാലും തൻ്റെ പ്രവർത്തന ശൈലികളിലായാലൊക്കെ തന്നെ അങ്ങനെ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ നാരായണമാമൻ ഏറ്റവും ആകർഷകമായി ഒന്ന് കണ്ടത്, ഏതാണ്ട് മരിക്കുന്ന സമയം വരെ ഈ പ്രദേശങ്ങളിലെല്ലാം നടന്നുകൊണ്ട് ദേശാഭിമാനി പത്രത്തിൻ്റെയും വാരികയുടെയും എല്ലാം വിതരണക്കാരനായി മാറി എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊന്നും ചിന്തിക്കാൻ വേണ്ടി പോലും കഴിയില്ല. ആ കാലം കുടയുമായി ആ ജുബ്ബയും എടുത്ത് രാവിലെ തന്നെ ദേശാഭിമാനി പത്രവും വാരികയുമെല്ലാം ഇങ്ങനെ നടന്ന് വീടുകളിലേക്ക് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് എത്രയേറെ സൗകര്യങ്ങൾ നമുക്കുണ്ട്, പക്ഷെ നമ്മളാരും അതിന് മുതിരുന്നില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനിൽ പാർട്ടി പ്രവർത്തനത്തോടൊപ്പം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് പത്രത്തിൻ്റെ കൂടി എന്നുള്ളത് ഓർക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇവിടെ ദേശാഭിമാനി, പക്ഷേ ദേശാഭിമാനി വാരിക വരുന്നത് നാരായണമാമൻ്റെ പേരിൽ തന്നെയായിരിക്കും എന്നാണ് ചിന്താവാരിക. അപ്പോൾ അദ്ദേഹം തന്നെ അതിൻ്റെ വരിക്കാരെ കണ്ടെത്തി വിതരണക്കാരനായൊക്കെ തന്നെ ആ നിലയിലേക്ക് വരികയാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അതിൻ്റെ പ്രചാരകനായൊക്കെ തന്നെ വലിയ മുന്നേറ്റം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ മറക്കാനാവാത്ത ഏട് എന്നുള്ളത് നമുക്കറിയാം. നാരായണമാമൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കാനുണ്ടായിട്ടുള്ളത്. അത് കൊടുക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം പോകാൻ ഉണ്ടായൊരവസരം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നിലയിലേക്ക് ആ മൃതശരീരം ആംബുലൻസിൽ കയറ്റി ഇവിടെ നിന്ന് പോയി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ എന്തെന്നില്ലാത്തൊരു ആവേശം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുമോ അങ്ങനൊരു സന്ദർഭം എന്ന് പോലും ചിന്തിക്കാം. ആ മെഡിക്കൽ കോളേജിലേക്ക് ആ മൃതശരീരം കൊടുത്ത് തൻ്റെ മരണത്തിന് ശേഷവും തൻ്റെ ശരീരം കൊണ്ട് ഒരു പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ തന്നെ ഉടന്നു. അപ്പോൾ ആ നിലയിലേക്ക് തൻ്റെ മൃതശരീരം പോലും പഠനത്തിനാവശ്യമായ നിലയിലേക്ക് കൊടുക്കാൻ കാണിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധീരമായ ഒരു പ്രവർത്തനം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ വർത്തമാനങ്ങളിലേക്ക് പോകുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തെ പോലുള്ള അവരുടെ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നമുക്കെല്ലാം നികത്താനാവാത്ത ഒരു വിടവായി തന്നെ നമുക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ചെയ്യാനുള്ളത് നാരായണമാമൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഈ നാടിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുന്നിട്ടിറങ്ങുക എന്നുള്ളൊരു പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നാരായണമാമൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് ആ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള വിയോഗത്തിൽ അവരോടൊപ്പം നമുക്ക് ചേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.